ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറിയുമായിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാത്രം ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1/2 കിലോ വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെണ്ടയ്ക്കൊക്കെ ഈ എണ്ണയിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് മൊരിഞ്ഞ് ഫ്രൈ ആയെന്ന് ആ ഒരു രീതിയിലാക്കി എടുക്കണമെന്നില്ല. നമ്മൾ ഇതുപോലെ ഈ ഒരു പാകത്തിലായാൽ മതി. ഇനി എണ്ണയിൽ നിന്നും ഇതൊന്ന് കോരി മാറ്റി വെച്ചേക്കാം. ഇനി ഈ മിച്ചമുള്ള എണ്ണയിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ജിഞ്ചർ ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടാക്കി വരുമ്പോഴേക്കും. നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് ഇങ്ങനെ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെക്കാറുണ്ട്. ഇതൊരു ഇച്ചിരി സമയം എടുക്കുമെങ്കിലും നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ വിചാരിക്കും ഇത് എന്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണെന്ന്. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി അപ്പോൾ സവാള ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം കായം. അപ്പം കായം ഇപ്പോൾ പൊടിയല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയൊരു പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് അതിനകത്ത് കിടന്നങ്ങ് മിക്സ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ മസാലപ്പൊടികൾ ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടിയിലേക്ക് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പില. ഇനി ആ കറിവേപ്പിലയുടെ ആ ഫ്ലേവറും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ മസാലയും നമ്മുടെ വെണ്ടയ്ക്കയിലേക്കെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക കറി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ട്രൈ ചെയ്തതിന് ശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.